എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? 13 മന്ത്രിമാര് തോറ്റാൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പിന്നെ വേറെ വ്യാഖ്യാനം വേണം. പിന്നെ ഇതിപ്പോ പാർട്ടിക്കകത്ത് പറയാൻ ധൈര്യമുള്ളവർ നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സ്ഥിതിക്ക് ധൈര്യമുള്ളവരുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ തിരുത്തുക എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് എന്താ? തെറ്റ് സമ്മതിച്ചാലല്ലേ തിരുത്താൻ പറ്റൂ. ചിന്തിക്കൂലെന്ന് അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. CPM-നെ പറയാറുണ്ട് എല്ലാവരും. CPM-നെ തോൽപ്പിക്കാൻ പ്രയാസമല്ല, അവരെ തോറ്റു സമ്മതിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. അവർ സമ്മതിക്കൂല. ഇപ്പൊ KB ഗണേഷ് കുമാർ എന്താ പറഞ്ഞു? ഞങ്ങൾ തോറ്റിട്ടില്ല, ജനങ്ങളാ തോറ്റതെന്ന്. ഇതുപോലെ ഇപ്പൊ പത്മകുമാറിന്റെ കാര്യം. പത്മകുമാർ എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ഒരു വാക്ക് സംസാരിക്കാൻ ധൈര്യമില്ല. എന്തുകൊണ്ടാ ധൈര്യം ഇല്ലാത്തത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ദൈവത്തെ പോലുള്ള ആളുകൾ ഉണ്ടായി, പിന്നെ ഞാൻ എന്താ ചെയ്യാൻ? ആരാണ് ദൈവത്തെ പോലുള്ള ആൾ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതേ ക്രിമിനൽ കേസുകളിലും പ്രതിയായ ഒരാളെയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുപോയത്. കാറിൽ കയറ്റി എന്താ പ്രശ്നം? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. വലിയ ചേരിതിരുണ്ടാക്കുന്ന മട്ടില് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവമാനിച്ച് BJPക്ക് നിലമൊരുക്കാൻ വേണ്ടി അനവധി അസംബന്ധങ്ങൾ, അനാവശ്യങ്ങൾ പറഞ്ഞു. അവൻ കാണിച്ചത് നാലാളറിയിട്ട് അവൻ മഹാതെമ്മാടിയാണെന്ന്. അതൊക്കെ അവിടെ കിടക്കുകയാണ്. അത് ഇലക്ഷൻ കഴിഞ്ഞാൽ അത് ബാക്കിയുണ്ടാവും. അതിന്റെ ആപത്ത്, അതിന്റെ പരിക്ക് എളുപ്പം പോകുന്നതല്ല. മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. ഭരണത്തിന്റെ അഹങ്കാരവും കൊള്ളരുതായ്മയും ധിക്കാരവും മുഴുവൻ CPM കാണിച്ചു എന്ന് CPM-നെ വെള്ളാപ്പള്ളി തള്ളിപ്പറഞ്ഞതിന് ശേഷമാണ് വെള്ളാപ്പള്ളിയെ ഇപ്പോ ഗോവിന്ദ മാഷ് തള്ളിപ്പറഞ്ഞത്. എന്താ തള്ളിപ്പറഞ്ഞത്? അന്ന് തിരുത്താമായിരുന്നു. ഇതൊക്കെ നേരത്തെ തിരിയാത്ത ആൾക്കാരാണ് ഇവർ. ഇത്ര കൊല്ലം ഗോവിന്ദ മാഷ് പലവട്ടം MLA ആയി മന്ത്രിയായി ഇരുന്ന ആളല്ലേ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. വെള്ളാപ്പള്ളി നടേശനും G സുകുമാരൻ നായരും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഒക്കെ പറയുന്നിടത്തല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. അവർക്ക് മലയാളികൾക്ക് സ്വന്തമായ നിലപാടുണ്ട്. ആരൊക്കെയാ പറയുന്നത്? AK ബാലനെ പോലുള്ള ആളാ പറയുന്നത്. UDF വന്നാൽ ആഭ്യന്തരം ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യും. അങ്ങനെ പറയരുത് സാർ, അവരൊരു ആദർശത്തിന്റെ പേരിൽ. എന്താ പറഞ്ഞത്? വീണ്ടും മാറാട് കലാപം ഉണ്ടാവും. അവരും പറഞ്ഞു മാറാട് കലാപം നടക്കുന്ന കാലത്ത് ഒന്നാമത് ജമാഅത്തെ ഇസ്ലാമിക്ക് അതിലൊരു പങ്കുമില്ല. ഞാൻ എന്താ അപരാധം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? കഴിഞ്ഞ 6 മാസമായി ഞാൻ ഈ തേജോവധം അനുഭവിച്ചോണ്ടിരിക്കുക. ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്ന അന്ന് LDF-ന്റെ കൂടെയാ. 2002, 2003 കാലത്തൊക്കെ LDF-ന്റെ കൂടെയാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നത്. അതെ അതെ ശരിയാണ്. ഇത് മുഴുവൻ നമുക്ക് ആർക്കും ഒരു ഓർമ്മയില്ല, നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല. മലയാളികൾ മുഴുവൻ പൊട്ടന്മാരാണ് എന്ന തരത്തിൽ വിഡ്ഢികളാണെന്നുള്ള മട്ടിൽ ആ വർത്താനം പറയുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഉമ്മാരോട് ഇതൊന്നും ബഹുമാന്യ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ MV ഗോവിന്ദൻ ഉൾപ്പെടുന്ന നേതൃത്വം ഒരു കാരണവശാലും മാറരുത്. അവരാണ് ഞങ്ങളുടെ ഐശ്വര്യം. ഈ 14 ജില്ലകളിലും ഇവരെന്താ പറഞ്ഞത്? നിങ്ങൾ കൂലങ്കശമായി ചർച്ച ചെയ്യൂ. എന്ത് വിമർശനത്തിന്റെ പരിധിയില്ല, വിമർശനങ്ങൾക്ക് പരിധിയില്ല. ആരെ വേണമെങ്കിലും വിമർശിച്ചോളൂ. ആ വിമർശനങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും. ആ വിമർശനങ്ങൾ റിപ്പോർട്ടിലുണ്ട്. ഓരോ ദിവസവും ചോർന്നു വന്ന വാർത്തകൾ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും പാർട്ടി സെക്രട്ടറിയെയും അവിടുത്തെ പാർട്ടി സഖാക്കന്മാർ തൊലിയൊരിച്ചു. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കടുത്ത വിമർശനങ്ങൾ ഉണ്ടായി. ആ കടുത്ത വിമർശനങ്ങൾ അതേപടി റിപ്പോർട്ടായി സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നതിന് പകരം ഈ പാർട്ടി നന്നാവില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദർശനമാണ് ഇത്. തമ്പുരാക്കന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട് ഈ വളരെ മയത്തിൽ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ഇന്ത്യ രാജ്യത്ത് BJP-യുടെ പ്രഥമ മുദ്രാവാക്യം അവർ മാറ്റിയിട്ടില്ല. കോൺഗ്രസ് മുക്തമായ ഭാരതം. കോൺഗ്രസ് ഇല്ലാത്ത ഗവൺമെന്റുകൾ, കോൺഗ്രസുമായി ഒരു ചെറിയ ബന്ധമെങ്കിലുമുള്ള എല്ലാ ഗവൺമെന്റുകളെയും അട്ടിമറിക്കൽ, ഇതല്ലേ? അപ്പോ BJP-ക്കാർ വന്ന് കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് കുത്തി ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് പടുവിഡിത്തമാണത്? നിങ്ങൾ നോക്കൂ, BJP ജയിച്ചത് 3 സ്ഥലങ്ങളിലാണ്. 3 MLA-മാർ എവിടെയൊക്കെയാ? ഒന്ന് നേമത്താണ്, ഒന്ന് ചാത്തന്നൂരാണ്,
ഒന്ന് കഴക്കൂട്ടത്താണ്. സർ, കഴക്കൂട്ടത്തെ എം എൽ എ ആരാ? ഈ 3 സ്ഥലത്തെ സിറ്റിംഗ് എം എൽ എമാരാണ്. ഈ 3 സ്ഥലത്തെയും സിറ്റിംഗ് എം എൽ എമാർ ശിവൻകുട്ടിയാണ്, മന്ത്രിയാണ്. കഴക്കൂട്ടത്തെ കടകംപള്ളിയാണ്, മുൻ മന്ത്രിയാണ്. ചാത്തന്നൂരിൽ CPIയുടെ MLA ആണ്. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക കേട്ട് ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും 17,000-നും 15,000-ത്തിന്റെയും ഇടതുപക്ഷ വോട്ടുകൾ ഒന്നാകെ ഒലിച്ച് BJP ആയി മാറി. അതുകൊണ്ടാണ് 2 MLA-മാർക്ക് ഉണ്ടായത്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി രക്ഷയില്ല, നമ്മുടെ അവസാനം അടുത്തു. കണ്ണൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ബോധം ഉണ്ടായിരുന്നു എനിക്കറിയില്ല. പക്ഷെ അതിനൊരു സത്യമുണ്ട്. എന്താണ്? കോൺഗ്രസ് തകർന്നാൽ BJP വളരുകയില്ല. കാരണം കോൺഗ്രസിനും UDF-ന്റെയും വോട്ട് ബാങ്കുകൾ RSS-നും BJP-ക്കും കടന്നു കയറാൻ പറ്റുന്ന വോട്ട് ബാങ്കുകളല്ല. ഞാൻ പറഞ്ഞല്ല കേട്ടോ, KK രാഗേഷ് പറഞ്ഞതാ. എന്നെ സംശയിക്കരുത്. BJP-യുടെ വോട്ട് ബേസും CPM-ന്റെ വോട്ട് ബേസും ഒന്നാണ്. CPM-ന്റെ വോട്ട് ബേസ് തകർന്നാലേ BJP-യുടെയും RSS-ന്റെയും വോട്ട് ബേസ് വലുതാവുകയുള്ളൂ എന്നുള്ള ബോധം BJP-ക്ക് ഇപ്പോൾ ഉണ്ടായി. ഇൻസൾട്ട് ചെയ്താ നമുക്ക് വളരെ വിഷമം. അത് കാരണം CPM-ന്റെ വോട്ട് ബേസ് BJP ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. കോൺഗ്രസിനും UDF-നും വോട്ട് ചെയ്യുന്ന വോട്ട് ബേസിലേക്ക് കയറിയിട്ട് BJP വളർന്നില്ല. എന്താ ആ പ്രതീക്ഷയും തകർന്നു. പക്ഷെ BJP വളർന്നത് CPM-ന്റെ വോട്ട് ബേസിലേക്കും CPM-ന് വോട്ട് ചെയ്യുന്ന ജനവിഭാഗങ്ങളിലേക്കും കടന്നു കയറി എന്നുള്ളതാണ്. നേരത്തെ സംശയം ഉണ്ടായി. ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? ഇവിടുത്തെ പ്രശ്നം ശ്രീ ഗോവിന്ദ മാഷിനോട് പറയാനുള്ളത്, ഈ പാർട്ടി കമ്മിറ്റിയിൽ വന്നിട്ട് തിരിച്ച് എതിർവായില്ലാത്ത വണ്ണം ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ തള്ളിവിടുന്ന പോലെ അല്ല. കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഇവിടെ BJP-യുടെ താമര വിരിഞ്ഞതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം 3 സിറ്റിംഗ് MLA-മാരുണ്ടായിരുന്ന LDF-ന്റെ MLA-മാരുടെ പരാജയമാണ്, പാർട്ടിയുടെ പരാജയം. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ വോട്ട് ബേസുകൾ തകർന്നതും വോട്ട് കുറഞ്ഞിട്ടാണ് 2 MLA-മാർ ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും ഉണ്ടായി എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചു. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. ആരൊക്കെയാ തോറ്റത്? ശിവൻകുട്ടി തോറ്റു, ഗണേഷ് കുമാർ തോറ്റു, അതുപോലെ തന്നെ വലിയ ബുദ്ധിജീവി ചമഞ്ഞുകൊണ്ട് പാർട്ടി നയിക്കാമെന്ന രാജീവ് തോറ്റു, സകലവരും തോറ്റു. ഒരു കാലഘട്ടത്തിലും CPM വിചാരിച്ചോ പയ്യന്നൂർ തോക്കുന്നത്? ഞങ്ങളൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഞങ്ങൾ എപ്പോ ജയിച്ചാലും എവിടെ ജയിച്ചാലും ഞങ്ങൾ ഒരിക്കലും കൂട്ടാത്തൊരു മണ്ഡലമായിരുന്നു പയ്യന്നൂർ. ആ പയ്യന്നൂരിൽ ഞങ്ങളുടെ രക്തസാക്ഷികളുടെ ചോര വീണ മണ്ണാണ്. സജിത് ലാൽ ഉൾപ്പെടെയുള്ളവരുടെ ചോര വീണ മണ്ണാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം 45,000-നും 55,000 വോട്ട് ജയിക്കുന്ന പയ്യന്നൂരിൽ എന്തുകൊണ്ട് പാർട്ടി തോറ്റു? കോൺഗ്രസ് വല്ലാതെ വളർന്നുകൊണ്ടല്ല. രക്തസാക്ഷിയായ ധനരാജിന്റെ ഫണ്ട് വെട്ടി. ആര് വെട്ടി? അവിടുത്തെ MLA വെട്ടി. ആർക്കും പറ്റും ഒന്നൊന്നുമല്ല, MLA വെട്ടിയെന്ന് പറഞ്ഞതാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി. വിളിച്ചു പറയുമ്പോ ഒന്ന് പരിശോധിച്ചിട്ട് അയാളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് ആ കണക്കുകളിൽ കൃത്രിമത്വമുണ്ടെങ്കിൽ രക്തസാക്ഷിയുടെ ചോര വീണ പണം കട്ടവനെ പുറത്തിറങ്ങി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. അങ്ങനെ എറിയണ്ടേ? എറിഞ്ഞില്ല. എറിയാതെ എന്ത് ചെയ്തു? കട്ടേ എന്ന് വിളിച്ചു പറഞ്ഞവരെ എടുത്ത് പാർട്ടി പുറത്തിറങ്ങി. ആകെ നാറും. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.